ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇങ്ങനെ ചട്ടിയിൽ നിന്ന് ഞാനിങ്ങനെ ഇത് എന്താ സാധനം ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ ഈ ചട്ടിയിൽ നിന്ന് ഈ ഉപ്പേരി എടുത്തിട്ട് മാറ്റുമ്പോൾ, ഉപ്പേരി എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്ത് ഈ ഇങ്ങനെ എന്താ പറയുക, തോരനൊക്കെ ആണ് ഉപ്പേരി എന്ന് പറയുന്നത് കേട്ടോ. ചിലയിടത്ത് ഉപ്പേരി എന്നൊന്നാവില്ല പറയുന്നുണ്ടാവുക. അതിങ്ങനെ മാറ്റുമ്പോൾ ഒരാഗ്രഹം ചട്ടിയിലൊന്ന് കഴിച്ചാലോ എന്ന്. അപ്പോൾ അതെന്തായാലും ഞാനൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്ക് ചട്ടിയിൽ എങ്ങനെയാണ് ചോറിട്ടിട്ട് കഴിക്കുന്നത് ഭയങ്കര രസമുള്ള കാര്യമല്ലേ. രസം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. അത് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, മനസ്സിനൊരു സംതൃപ്തി എന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നാറുണ്ട്. പക്ഷെ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ഞാനധികം ഇപ്പോൾ ചോറ് കഴിക്കാത്തത് കൊണ്ട് കുറച്ച് ചോറ് ഇടണുള്ളൂ. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പരിപ്പും കുമ്പളങ്ങയും കറിയാണ്. അപ്പം അതൊഴിച്ച് കൊടുക്കാം. അത് നമ്മൾ നോർമലി ഇങ്ങനെ എന്താ പറയുക, സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടൊക്കെ എടുക്കുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റൈലാവും. നമ്മൾ സാധാ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ നമ്മൾ നോർമലി അതെടുത്തിട്ട് ആ കറി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മോര് കാച്ചിയിട്ടുണ്ട്. മോര് കാച്ചിയതും കുറച്ച് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. പിന്നെ ഇവിടെ ആ സൈഡിൽ ഞാൻ കുറച്ച് മിളക് ഉപ്പിലിട്ടിട്ട് സുർക്കയിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ചട്ടി ഉരുണ്ട് പോവുകയാണല്ലോ. എൻ്റെ കുഞ്ഞ് ചീഞ്ചട്ടി ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ, ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണത്. ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിങ്ങനെ ചേർത്തിട്ട് നമുക്ക് ഇങ്ങനെ കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ട്? ഇതുപോലെ ചട്ടിയിൽ കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അതിൻ്റെ ഒരു ടേസ്റ്റ് വാ.